Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് ഒക്കെ ഞാനിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ലെയർ ചെയ്തിട്ട് ഐസിങ് ചെയ്യും. പിന്നെ ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. ഞാനിവിടെ ഓരോ കേക്കുകളായിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ ഓരോന്നിനായിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 1.5 കിലോയിലുള്ള ടോൾ കേക്കാണ്. ഇത് 6 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി കളേഴ്സൊക്കെ മിക്സ്ഡ് ആക്കിയിട്ട് ഒരു റെയിൻബോ തീമിലാക്കിയിട്ട് ചെയ്യണതിൻ്റെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സ്ഡ് കളേഴ്സ് വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്തു. എന്നിട്ട് ബ്രഷ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കട്ടെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കൂളാവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ചെയ്യണത് 1 kg ടോൾ കേക്കാണ്. അപ്പോൾ 1 kg ടോൾ കേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിനി ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണ ഈ ഒരു കളർ വെച്ചിട്ടാണ്. മാജിക് കളേഴ്സിൽ ലിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഷെയ്ഡാണ് വരിക കേട്ടോ. അപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. എന്നിട്ട് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഷാർപ്പ് എഡ്ജാണ് വരുത്തിയെടുക്കുന്നത്. പിന്നെ ഇത് ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ സ്റ്റിക്ക് കൊടുത്തിട്ട് വേണം ടോൾ കേക്കിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജായിട്ട് 100 രൂപ വാങ്ങിക്കണം കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അതുപോലെ ഇതിന് പാക്കിങ് വരുന്നത് വേറെ ബോക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കസ്റ്റമറോട് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ 150 രൂപ എക്സ്ട്രാ വാങ്ങിക്കുക. ഞാൻ ഈ ഒരു കേക്കിന് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സ്ക്രാപ്പറാണ് ഈ ടോൾ കേക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാനിവിടെ ചെയ്യണത് ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ള 1/2 kg വെയിറ്റിലാണ് കേട്ടോ. 1/2 kg 2 എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിന് 7.5 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ 2 ലെയറാക്കിയിട്ട് പിന്നെ ടോട്ടൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് 4 ലെയേഴ്സ് ആക്കി അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഇതിനെ ഐസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് ഉള്ളിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഐസിങ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ ചാർക്കോൾ ഗ്രേയും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ചെയ്തു, ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ടുണ്ട്. ഇതിനെ കൂളാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക 7 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണം. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം ഉള്ളിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോയൽ ബ്ലൂവും അതുപോലെ എന്താ പറയുക ഐസ് ബ്ലൂവും കൂടി കുറേശ്ശായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിത് ഓർഡർ ഉള്ളതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യണതിനും ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫോണ്ടൻ്റ് വർക്ക് വെക്കാനൊക്കെ ഉണ്ട് കുറേ ഒരു കേക്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് വെക്കുക. പിന്നെ ഇവിടെ 1 kg ഒരു ടയർ കേക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഓർഡർ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ മോർണിംഗിലാണ് ഇപ്പോൾ ഈ ഫൈനൽ വർക്കുകളൊക്കെ ചെയ്യുന്നത്, ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് കിട്ടാം. അപ്പോൾ എഡിബിളും അതുപോലെ പേപ്പറിൻ്റെ ബട്ടർഫ്ലൈയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിനി ഇവിടെ ചെയ്യണത് 1 kg ചെയ്തിട്ടുള്ള ടോൾ കേക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക വേഫർ ഷീറ്റിലുള്ള പ്രിൻറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് സെയിം ഡെക്കറേഷൻ തന്നെ. അപ്പോൾ ഈ ഒരു വേഫർ ഷീറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഡെക്കറേഷൻ ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ഭാഗത്ത് മാത്രമായിട്ടാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ സിൽവർ കളറിലുള്ള എന്താ പറയുക സിൽവർ ലീവ്സൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലായിട്ടും താഴെയായിട്ടും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻ തന്നെയാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ ചെയ്യണത് 1 kg ടയർ കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്ക് ക്ലാസ്സിന് എന്താ പറയുക ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം, അതുപോലെ ഫ്ലവേഴ്സിനൊക്കെ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ലുക്കിനെ നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്രീമെല്ലാം മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ലുക്ക് മാറ്റി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക, അതിലെന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സാണ് വെച്ചെടുക്കാനുള്ളത്. പിന്നെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പർ വെച്ചിട്ടുണ്ട്, പിന്നെ നെയിം ഫോണ്ടൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പാക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്കില്ലേ, ആ ഓർഡർ ഉണ്ടായിരുന്ന ആ ഒരു കേക്കിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടെഡ്ഡി ബിയറിനെ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്റ്റാറുകളുണ്ട്, പിന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെഡ്ഡി ബിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ഓൺലൈൻ ക്ലാസ് ആയിട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെ അതുപോലെ ഞാൻ പോസ്റ്ററിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റർ ഇടാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ നെയിം എഴുതണം. അപ്പോൾ കുറേ പേര് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ് നെയിം ഇങ്ങനെ എഴുതണമെന്നുള്ളത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ നെയിം എഴുതാറുള്ളത് കേട്ടോ. നമ്മൾ കളറിൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു പോയിൻ്റ് ബ്രഷാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫോണ്ടൻറ്റ് പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്താ പറയുക, ഏത് കളറിലാണോ പേര് എഴുതേണ്ടത് ആ ഒരു കളറിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതുന്ന സമയത്ത് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആരും കണ്ടിട്ടുണ്ടായില്ല എന്നാണ് തോന്നണത്. അപ്പോൾ ഞാൻ നെയിം ഓരോന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 4 കേക്കിലേക്കുള്ള നെയിമും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേക്കിൻ്റെ ബേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിലോ ആയിരിക്കും ഞാൻ ഈ ഒരു ഫോണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാണ് താഴെ ഭാഗത്തായിട്ട് ബേസിൽ കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റിൽ എഴുതിയത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. 2 സിൽവർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലീഫും കൊടുത്തിട്ടുണ്ട്, പിന്നെ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനാണ്. പിന്നെ അതിൻ്റെ ശേഷം നമുക്കിവിടെ ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടുള്ളത് താഴെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ടോപ്പിലായിട്ട് ടെഡ്ഡി ബിയറിനെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടെഡ്ഡി ബിയറാണ് കേട്ടോ. പിന്നെ നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയിമിനൊക്കെ സ്ക്വയറിൽ ഷേപ്പാക്കിയിട്ട് ഫോണ്ടൻറ്റിനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സ്റ്റാറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ടാണ് നമ്മളിപ്പോൾ ബേസിലാണ് ആ നെയിം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചേഞ്ച് ആക്കി മാറ്റിയില്ലേ, അതായത് 1 kg ടയർ കേക്ക് ചേഞ്ച് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ താഴെ ബേസിലായിട്ട് തന്നെയാണ് നമ്മൾ നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കേക്കെല്ലാം ഒരേ ടൈമിൽ തന്നെയാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ പിന്നെ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഡ്രിപ്പാക്കിയിട്ട് വൈറ്റ് ഗണേഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് ഡെക്കറേഷൻസൊക്കെ. ടോപ്പിലായിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ കേക്കിൻ്റെ ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ അത് ഓരോ സമയത്തായിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഇതിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പുതിയ കേക്കിൻ്റെ മോഡൽസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ വരിക കേട്ടോ. എന്നിട്ട് ഫോളോ ചെയ്തതിൻ്റെ ശേഷം നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്